ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കൃഷി വിളവെടുപ്പാണ്. എന്ന് വെച്ചാൽ വെണ്ടക്കയൊക്കെ നമ്മൾ വെണ്ടക്ക വിളവെടുക്കാനായിട്ട് നമ്മളിത് ഈ മുറ എടുത്തിട്ടുണ്ട്, കത്തി എടുത്തിട്ട്. അപ്പോൾ ബാസ് നമുക്കപ്പോൾ പോയി ഇത് എടുക്കാം. തോട്ടത്തിനാണ് സ്വർണം കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ കുറേ ഇത് കണ്ടോ ഗൈസ്, വെണ്ടയ്ക്ക, നമ്മുടെ വെണ്ടയ്ക്കകൾ ഇങ്ങനെ മൂത്ത് മൂത്ത് നിൽക്കുന്നുണ്ട്. പൂ മുറിക്കരുത്. പയർ കണ്ടോ ഗൈസ്, ഞങ്ങളുടെ നട്ട് വളർത്തിയിരിക്കുന്ന പയർ. അതെടുക്കാനാ പറിക്കാം ഗൈസ്. നമുക്കിത് ഇന്നാ പയർ നമുക്ക് വേണം, ചുമ്മാ അതൊക്കെ കളക്ട് ചെയ്താണേലും വെക്കാം. ഇത് പയറല്ലോടെ, ഇതെന്തുവായിരുന്നു? അച്ചിങ്ങ. ഗൈസ് ഇവിടെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ താഴെ പോയി ഗൈസ്. ഭയങ്കര വെയിലാണ് ഇവിടെ. അപ്പോൾ പിന്നെ ഓരോ വെണ്ടയ്ക്കകളായി പറിച്ചിടുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വെയിലല്ലേ, അപ്പം നമ്മൾ കുട എടുക്കാണ്. ഇത് മാജിക് അംബ്രല്ലയാണ് ഗൈസ്, നമ്മുടെ സ്വന്തം മാജിക് അംബ്രല്ല. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് മാജിക് അംബ്രല്ല ഇട്ടുകൊണ്ട് പോകാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ കുട വിതർത്തുന്നതാണ്. പക്ഷെ ഇത് മാജിക് അംബ്രല്ലയാണ് കേട്ടോ, അതൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ കുടയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി പൊരിഞ്ഞ വെയിലാണ്. ഇല്ല, ഓരോ വെണ്ടയ്ക്കകളായി നമുക്ക് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് വെണ്ടയ്ക്കേ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ആയിട്ട് ഓരോ വെണ്ടയ്ക്കകളൊക്കെ നിൽപ്പുണ്ട്. അതൊക്കെ ഓൻ പറിച്ചെടുത്തോളും. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഞാനിവിടെ ഒരു വെണ്ടയ്ക്ക കണ്ടുപിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം മൂത്തത് ഒരു വലിയ വെണ്ടയ്ക്ക കണ്ടോ. ഓനത് മുറിക്കുന്നുണ്ട്. പൊരിഞ്ഞ് കത്തിപ്പൊരിയുന്ന വെയിലാണ്. പിന്നെ ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ അടുത്ത്, നമ്മുടെ വീട്ടിൽ ചുമ്മാ നമ്മൾ വാട്ടർ മെലൻ്റെ കുരു കൊണ്ടിട്ടപ്പോൾ വാട്ടർ മെലൻ കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ അത് ആദ്യം കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൻ്റെ വിളവെടുപ്പ് കാണാം. നിങ്ങളിത് നോക്കിക്കുക. ഇതൊക്കെ ഈ പടർന്ന് നിൽക്കുന്നതൊക്കെ വാട്ടർ മെലനാണ് കണ്ടോ. അവിടെയൊക്കെ നിൽപ്പുണ്ട്. ഒരെണ്ണം വളർന്നിട്ടുണ്ട് കണ്ടോ. ഇത്ര വളർന്നിട്ടുള്ളൂ. മഴയൊക്കെ വന്നുകൊണ്ട് സംഭവം ഇത്തിരി ചെറുതാണ്. ഓരോന്നായിട്ട് അവിടെ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇവിടെ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇത്തിരി പാടുള്ള പണി തന്നെ കേട്ടോ ഈ വെണ്ടയ്ക്ക തപ്പി കണ്ടുപിടിക്കുക എന്നുള്ളത്. പിന്നെ നമുക്കിവിടെ ഒരു വെണ്ടയ്ക്ക ഉണ്ട്. പിന്നെ വേറൊരു സൂത്രം ഞങ്ങൾ കാണിച്ചു തരാം. ഇതിൻ്റെ പേരെന്താടാ? വെള്ളരിക്ക കണ്ടോ. ഇതാണ് നമ്മുടെ വെള്ളരിക്ക. ഭയങ്കര ചെറുതാണ്. വേറെ ഒന്നും അത് പറിച്ചെന്ന് തോന്നുന്നു. പറിച്ചിട്ടില്ല. ഇവിടെ ഒരു വലിയ കിടപ്പ്, അത്യാവശ്യം വലിയ ഒരെണ്ണം ഇവിടെ ആയിട്ട് എവിടെയോ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ കാണാനില്ല. അത് പറിച്ച് അമ്മ കറി വെച്ച് കാണും. കറി വെച്ചിട്ടുണ്ടാവും. ഇവിടെ 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 ഉണ്ട്. നിങ്ങൾ ഓരോന്നായിട്ടും നമ്മൾ പറിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം ഇനി ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നിറച്ചും വെണ്ടയ്ക്ക നിൽപ്പുണ്ട്. ഇവിടെ ഒരെണ്ണം. ഓനെവിടെ പോയി? ഓൻ മറ്റേ ഇതെടുക്കാൻ പോയിക്കാൻ. ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക ഇവിടെ നിൽപ്പുണ്ട്. ആ മൂടങ്ങ് ചെത്തിക്കണം.
ഓരോന്നോരോന്നായിട്ട് ഇവൻ കണ്ടുപിടിക്കുന്നുണ്ട്. നല്ല പൊരിഞ്ഞ വെയിലും വരുന്നുണ്ട്. ഇത് ഇനിയില്ലേ, നല്ല പൊള്ളിക്കത്തുന്ന വെയിലുണ്ട്. സൂര്യാഘാതം ഒന്നും ഏക്കായിരുന്നാ മതി. ഇനി നമ്മക്ക് പിടിച്ച് വലിക്കാതെ കൂട്ടോടിയോടാ പൊട്ടാ. ഗൈസ്, ഇവൻ പോയിട്ട് നമ്മുടെ കുട പിടിച്ച് വലിച്ചൊടിക്കാൻ നോക്കുന്നു. ആകെപ്പാടെ ഏതാണ്ട് ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കമ്പിയേ ഉള്ളു. ഈ ഇതൊക്കെ കൊണ്ടൊന്ന് കുത്തുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട്. പിന്നെ നമുക്ക് തിരിച്ചു പോകാം. കുറച്ചും കൂടിയൊക്കെ വിളവെടുപ്പ് നടക്കാനുണ്ട്. എന്നാലും നമുക്ക് ഇപ്പം ഇത്ര മതി. ഇനി കോവയ്ക്കൊക്കെ പറിക്കാൻ. തൊടരുത്, തൊട്ടാൽ അത് വളരില്ല. തൊടരുത്, അത് തൊട്ടാൽ വളരത്തില്ല. കാണിച്ച് അതൊക്കെ കാണിച്ച്. ഗൈസ്, ഇതൊക്കെ വാട്ടർമെലൺ എന്നാ പറഞ്ഞില്ലായിരുന്നോ? ഇവിടെ വാട്ടർമെലൺ മുഴുവൻ കിടക്കുന്നുണ്ട്. കോവയ്ക്കുണ്ട് കേട്ടോ. ഇതാ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇത് ഈ മുകളിൽ നിറച്ചും പടന്ന് കിടക്കണ കോവയ്ക്കാണ് കേട്ടോ. കുറച്ച് കോവക്ക 2-3 ഒക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്? രണ്ട് കോവക്കയും കിട്ടിയിട്ടുണ്ട്. 2 കോവയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും നിങ്ങൾ വിളവെടുത്തിട്ടുണ്ട്. ഞങ്ങൾ 2 ചെറുതാണ്, എന്നാലും വലുതൊക്കെ അവിടെ ഉണ്ട്. എവിടെ? അതാണ്ടി കാണിച്ചേ. ഇഷ്ടത്തെ കണ്ട ഓൻ്റെ കയ്യിൽ ഓൻ തന്നെ ഇതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് പറിക്കണതാണ് മിക്കതും. കണ്ടോ ഗൈസ്? ഓരോ കോവയ്ക്കായിട്ട് മൂത്ത് വലുതായി കിടപ്പുണ്ട്. പക്ഷെ നമുക്കതൊക്കെ പറിക്കണം. അതൊന്നും പറിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. എന്താ നോക്കിക്കാ. വേലാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്രേ വിളവെടുക്കുന്നുള്ളൂ. ഇത്രേ നമുക്ക് ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇത്രേ നമുക്ക് വിളവെടുത്തിട്ട് കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഒരു 3 വാഴയില വെട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നമുക്കിവിടെ ഒരു കല്ലുമല ഉണ്ട്. ആ കല്ലുമലയിൽ വേണം നമുക്ക് വാഴയിലയൊക്കെ വെട്ടാൻ പോകാനായിട്ട്. വാഴയില എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. ഓൻ എന്തോ ഒരു ആവശ്യത്തിനാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പേരയ്ക്ക. നമ്മൾ എപ്പോൾ വീഡിയോ എടുത്താലും ഈ പേരയ്ക്കൊക്കെ കഴിക്കണ വീഡിയോസൊക്കെ ചിലതൊക്കെ ഉണ്ട്, ചിലതൊന്നും ഇല്ല. ഇത്തിരി പേരയ്ക്കായിട്ട് അവിടെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ കല്ലുമല കാണിച്ചു തരാം. കല്ലുമലയിലേക്ക് എനിക്ക് കയറാൻ പേടിയാണ്. എന്നാൽ ഞാൻ സൂം ചെയ്ത് ഓനെ കാണിച്ചു കൊടുക്കാം. നിങ്ങളെ കാണിച്ചു തരാം സൂം ചെയ്തിട്ട്. ഇത് കണ്ടോ ഗൈസ്? ഓൻ അവിടെ നിൽക്കുന്നു വിത്ത് കല്ലുമലയിൽ. എടാ, വാഴയുടെ മുമ്പിൽ നിന്ന് മാറ്. അതാ ഗൈസ്, ഓൻ അവിടെ വാഴ വെട്ടിക്കൊണ്ടിരിക്കുന്നു. വാഴയല്ല, വാഴയുടെ ഇല. ചെറിയൊരു ഇലയാണ് അവന് കിട്ടിയിട്ടുള്ളത്. ഗൈസ്, അവിടെ ഓനൊരു ബിയർ കുപ്പി. അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ വാഴയിട്ട് നോക്കി നിൽക്കുന്നു നമ്മുടെ സ്വന്തം മരിക്കുട്ടൻ. ഇപ്പം ഗൈസ്, ഞാൻ ഇത്തിരി കൂടി അവൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. ചീക്ക ഇലകളൊക്കെയാണ് ഇവിടെ കുറച്ചുള്ളത്. നമ്മുടെ വാഴത്തോട്ടം എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. എനിക്ക് ഫുള്ളാണ് ഇവിടെ, ഫുള്ള് വാഴയാണ്.
എപ്പം നോക്കിയാലും ഞങ്ങൾ ചില സമയത്തൊക്കെ ഫുഡൊക്കെ കഴിക്കണ വാഴയല്ലേ കുറച്ച് വെച്ചിട്ടായിരിക്കും. പിന്നെ ഇവിടെ എട്ടുകാലി അതൊക്കെ ഉണ്ട്. പിന്നെ ചൊറിഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കയറാത്തത്. ഓനവിടെ വാഴ വെട്ടണാണ്. അവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ നീ വാഴ വെട്ടണെന്നാ. അയ്യോ വാഴ വെട്ടി വെച്ച് വാഴ കളഞ്ഞി. ഞാൻ വേണേ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറാൻ ഒന്ന് ട്രൈ ചെയ്യാട്ടോ. ഇതുവഴിയാണ് ശരിക്കും നമ്മൾ കയറണത്. എനിക്ക് കയറാൻ ഇതുവഴി കഴിയില്ല. ഇതുവഴിയാണ് നമ്മൾ കയറണത്. പക്ഷെ നമുക്കിപ്പോൾ നല്ല വഴി ഇവിടെ ഉണ്ടല്ലോ. ഞാനും വന്നു ഗൈസ് ഇങ്ങോട്ട് കണ്ടോ. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം വെട്ടിയ കപ്പളാണ് ഇപ്പം ഇത്രയും വലുതായി. നമുക്കിത് ഇത്രയും നല്ലൊരു വാഴയില ഇട്ടിട്ടുണ്ട്. ഇത് എനിക്കാ. ഗൈസ് ഇത് എനിക്ക് ചോറ് വയ്ക്കാനായിട്ട് ഓൻ വാഴയില വെട്ടി. ഇവിടെ നല്ല നനഞ്ഞിരിക്കണ വാഴയിലാണ്. ഇന്ന് മഴ വരികയാണെങ്കിലുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടി കുളിക്കണ വീഡിയോസ് ഉണ്ട്. ഓൻ ചിരിക്കുന്നത് ഗൈസ്. കുളിക്കുന്ന വീഡിയോസ് തുണിയിലെടുക്കണമല്ല കേട്ടോ. ഇത് നമ്മുടെ അപ്പുറത്തെ കടയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടൊക്കെ ഉണ്ട്. ബാറ്ററി എന്നൊക്കെ ഗൈസ്. നിങ്ങൾ ഞാനൊരു സൂപ്പർ നല്ല ഭംഗിയുള്ള ഒരു ലോട്ടസ് കാണിച്ചു തരാം. ഇത് ഇവിടെ വെക്കട്ടെ. എവിടെയാണോ ചോക്ക് അടിയിലിരിക്കുന്നതിൻ്റെ മേളിരിക്കുന്ന ഗൈസ് ഞാനൊരു അടിക്കിടിലം ലോട്ടസ് കാണിച്ചു തരാം. നിങ്ങളിത് കണ്ടോ ഗൈസ്? ഇതുകൊണ്ട് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പിങ്കിഷ് കളറൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ഇമ്മളത് വാങ്ങിക്കാനൊക്കെ ചെറിയ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരു നല്ല റേറ്റ് ആയിരിക്കും ഓരുടെ കടയിൽ അല്ലേടാ. അത് 10,000 rupees. ഓനിവിടുത്തെ വാഴ ഇല വെട്ടാനൊന്നും അല്ല കേട്ടോ ഓനിവിടെ വന്നത്. എന്തിനാണെന്നറിയോ? വാഴ നശിപ്പിക്കാനായിട്ട്. വാഴ നശിപ്പിക്കാനൊന്നും അല്ല. ഇതിന് പട്ടാണ്. ഓനിവിടെ വാഴ വെട്ടി നശിപ്പിക്കുകയാണോ? ഇതാ കണ്ടില്ലേ, ഓനിവിടെ കയറിയുള്ള കുഴപ്പമിതാ വാഴക്ക് ഇങ്ങനെ വട്ടി ഇതാ ഈ വാഴ ഫുൾ ഒടിച്ച്. പിന്നെ ഇതാ ഇതൊക്കെ ഇവിടെ അലങ്കോലാക്കും. പിന്നെ ആരെങ്കിലൊക്കെ ഇവിടെ വന്നിട്ട് ക്ലീൻ ചെയ്യേണ്ടി വരും. മനുഷ്യൻ ഇങ്ങോട്ട് ഏറ്റവും മേലെ ഇരിക്കുന്ന തൻ്റെ, അതിൻ്റെ അടിയിലിരിക്കുന്ന അപ്പൂൻ്റെ ഏറ്റവും അടിയിലിരിക്കുന്ന എൻ്റെ. ഇത്രയും കുഞ്ഞില കണ്ടത്. ഇതാണ് നമ്മുടെ ആദ്യ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.